നമ്മൾ മാംഗോ ജാമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാംഗോ ജാം ഉണ്ടാക്കാനായി നല്ല പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതല്ല കുറവുള്ളെങ്കിൽ കുറച്ച് ഉണ്ടാക്കിയാൽ മതി. പിന്നെ നമുക്ക് ഉണ്ടാക്കി കുറച്ച് കൂടുതലാണെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അതല്ലെങ്കിൽ പുറത്തായാലും ഇരുന്നോളും കുറേ നാൾ. പിന്നെ അതേ നമ്മളിങ്ങനെ മാങ്ങ അരച്ച് അത് വെറ്റിച്ചൊന്നെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർക്കുമ്പോൾ അത് നമ്മളുടെ മാങ്ങയുടെ മധുരം കൂടി നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ ജാമാവുമ്പോൾ കുറച്ച് മധുരം കൂടുതൽ മുന്നിൽ നിൽക്കണം. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ ഇതിൽ പ്രിസർവേറ്റീവായിട്ട് ചെറുനാരങ്ങ നീരാണ് ചേർക്കുന്നത്. അപ്പം മധുരം ഒന്നും കൂടി കുറയും പുളി വരുമ്പോൾ. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മധുരം കൂടുതൽ ചേർക്കുന്നത്. പിന്നെ അതേ നമ്മളതൊന്നും കൂടി വെറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് വീഴുന്ന ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അത് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി അടച്ചെടുത്ത് വയ്ക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ടൈറ്റായി പാക്ക് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.